ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 18-ാം ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് പ്രധാനമായും സംസാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ഒരു വിജനമായ സ്ഥലത്താണ്. അതിൻ്റെ കാരണം സ്നാപയോഹന്നാൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഈ വിജനമായ സ്ഥലത്തേക്ക് പോയത്. അവിടെ നിന്ന് ഒറ്റയ്ക്കായിരിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തത്. അതിൻ്റെ കാരണം ഈ സ്നാപയോഹന്നാനെ യേശുനാഥൻ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം യേശുനാഥൻ്റെ കസിനായിരുന്നു. പിന്നീട് യേശുനാഥൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരിയധികം സഹായമായിരുന്നു ഇദ്ദേഹം. യേശുനാഥന് വേണ്ടി വഴിയൊരുക്കാൻ വന്നൊരു പ്രവാചകനാണ്. ഒത്തിരിയധികം യേശുനാഥൻ സ്നേഹിച്ചിരുന്ന ഈ മനുഷ്യൻ്റെ വിയോഗം അവിടുത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേദനയിലും സങ്കടത്തിലുമാണ് അവിടുന്ന് ഒറ്റയ്ക്ക് ആയിരിക്കാൻ വേണ്ടി വിജനപ്രദേശത്തേക്ക് പോയത്. പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. യേശുനാഥനെ അന്വേഷിച്ചിറങ്ങിയ ജനക്കൂട്ടം കാൽനടയായി അവൻ്റെ അടുക്കിലേക്ക് വന്നു എന്നാണ്. എന്നാൽ അവരെ കണ്ടിട്ട് അവൻ അനുകമ്പ തോന്നി എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രംഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മാനുഷികമായ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് സാധിക്കാൻ പറ്റാത്ത കാര്യമാണ് യേശുനാഥൻ്റെ സ്വഭാവത്തിൽ നമ്മൾ കാണുന്നത്. വളരെയധികം വിഷമത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, എന്നിട്ട് അവൻ സ്വസ്ഥമായിരിക്കാൻ ഒറ്റയ്ക്ക് ഒരിടത്തായിരിക്കുമ്പോൾ അവനെ ശല്യപ്പെടുത്താൻ എന്ന രീതിയിൽ അവനെ അന്വേഷിച്ച് വരുന്ന വലിയൊരു ജനക്കൂട്ടം. 1-2 പേരെക്കുറിച്ചല്ല പറയുന്നത്. ഈ ജനക്കൂട്ടത്തെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത് പുരുഷന്മാർ മാത്രം 5000 പേരുണ്ടായിരുന്നു എന്നാണ്. അപ്പം അവരുടെ സ്ത്രീകൾ, കുട്ടികൾ ഒക്കെ കൂടി വലിയൊരു ജനക്കൂട്ടം അവനെ അന്വേഷിച്ച് വരികയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും അവൻ അവരോട് അനുകമ്പ തോന്നിയെന്നാണ്. കരുണാർദ്രമായ ഒരു നോട്ടമാണ് ക്രിസ്തുവിന് അവരെ കണ്ടപ്പോൾ തോന്നിയത്. ഈ പെറ്റമ്മയ്ക്ക് മക്കളെ കാണുമ്പോൾ, വിശന്നു വലഞ്ഞ മക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നോട്ടം. നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് യേശുനാഥൻ്റെ. അവിടത്തേക്ക് എങ്ങനെയാണ് ഈ ജനത്തോട് അനുകമ്പ തോന്നിയത്? അവിടുന്ന് ദൈവമാണ്, അവിടുത്തെ ജനമാണ് ഇവർ. എന്നാൽ മാനുഷികമായ രീതിയിൽ വിഷമത്തിൻ്റെ ഒരു വലിയൊരു സങ്കടത്തിൻ്റെ സന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ജനക്കൂട്ടത്തെ അവിടെ നിന്ന് കാണുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണ്. പലപ്പോഴും പലയിടങ്ങളിലും, പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ, പല പ്രശ്നങ്ങളുടെയും കാരണം ചിലരെങ്കിലും പറയാറുണ്ട് ജോലിസ്ഥലത്തുണ്ടാകുന്ന പ്രശ്നം, പ്രഷർ, ടെൻഷൻ, ജോലിസ്ഥലത്ത് ബോസ് നൽകിയ വലിയ വേദനകൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിൽ അടിയായി ബഹളമായി അവിടെ വന്ന് ഭാര്യയോട് തീർക്കുന്നു, ഭാര്യ മക്കളോട്. ഇതിങ്ങനെ ഒരു ചങ്ങലയായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല പ്രശ്നങ്ങളുടെയും ആരംഭം അവിടെ നിന്നാണ്. ആരോ തനിക്ക് കൈമാറി തന്ന വേദനകളും ദുഃഖങ്ങളും മറ്റു മനുഷ്യരിലേക്ക് ചാനലൈസ് ചെയ്യുന്ന മനുഷ്യർ. ഇത് കുടുംബത്തെയും ജീവിത ബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും കമ്മ്യൂണിറ്റി ലൈഫിനെയൊക്കെ ഒത്തിരിയധികം ബാധിക്കുന്നുണ്ട്. ആരോ ഏൽപ്പിച്ച മുറിവുകളാണ്. ഇവിടെ ക്രിസ്തുവും മുറിവേറ്റിട്ടുണ്ട്. അവൻ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ വിയോഗം, അതും അകാരണമായാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ട മനുഷ്യനെ, അവനെ സംരക്ഷിക്കേണ്ടവൻ തന്നെ കൊലയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതും ശിരസ് ഛേദിച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വളരെ അരോചകമായ ഒരു മരണത്തിന് ആ നീതിമാനായ മനുഷ്യൻ മരണം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ക്രിസ്തുവിനെ രോഷം കൊള്ളിക്കേണ്ടതാണ്. അപ്പം ഇതിനെതിരെ ശബ്ദിക്കേണ്ടവരാണ് ഈ ജനക്കൂട്ടം. എന്നിട്ടും ജനക്കൂട്ടത്തെ കാണുമ്പോൾ അവരത്തേക്ക് അനുഗമ തോന്നിയാണ്. എന്തുകൊണ്ട് അനുഗമ തോന്നിയെന്ന് പറഞ്ഞാൽ അവൻ അവരെ സ്നേഹിച്ചത് കൊണ്ടാണ്. അവന് ഈ തനിക്കുണ്ടായ വേദനകളെയൊക്കെ സ്നേഹമായി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഈ വേദനകളും ദുഃഖങ്ങളും ഒക്കെ സ്നേഹവും കരുണയൊക്കെ ആയി നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും ഈ നമ്മുടെ ജീവിതമൊക്കെ. ചുറ്റുമുള്ള മനുഷ്യരുടെ, എത്രയധികം മനുഷ്യരുടെ ജീവിതം ഇതുപോലെ മനോഹരമായി തീരും. യേശുനാഥൻ അവിടെ ചെയ്ത കാര്യങ്ങൾ തന്നെ ഒത്തിരിയധികം പേരെ സൗഖ്യപ്പെടുന്നുണ്ട്. അവൻ മുറിവേറ്റിരിക്കുകയാണ്, എന്നിട്ട് അവൻ സൗഖ്യം നൽകുകയാണ്. ഇവിടെ മുറിവേറ്റ മനുഷ്യനാണ് മറ്റു മനുഷ്യരെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനാകട്ടെ മുറിവേറ്റ മനുഷ്യരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആ മനോഹരമായ ജീവിതം ഓരോ മനുഷ്യർക്കും വലിയൊരു മാതൃകയായി മാറുകയാണ്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ പല കാര്യങ്ങളും ചിന്തിച്ച് ഉറപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ഇത് സാധ്യമാണെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൻ്റെ പേരിൽ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കുന്ന മനുഷ്യരെ മാറുകയാണ്. അങ്ങനെ ഈ ലോകം തന്നെ മുറിപ്പെടുകയാണ്. എന്നാൽ അതിനിടയ്ക്ക് ചില നല്ല മനുഷ്യർ മുറിവുകൾ ഉണക്കാൻ വേണ്ടി തങ്ങളുടെ മുറിവുകളെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരാകാനുള്ള ഒരു വിളിയാണ് സുവിശേഷത്തിലേക്ക്. ഈ ജന്തർ മന്ദറിൽ ഈ ഇടയ്ക്ക് നടന്ന ആ സമരത്തിൽ ഒത്തിരിയധികം യുവാക്കൾ തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ തിരികെ പിടിക്കാനുള്ള വലിയ സമരത്തിലാണ്. അപ്പോൾ അവർക്കെതിരെ വന്ന കൊടിയ പീഡനങ്ങൾ, പോലീസ് ലാത്തിച്ചാർജുകളും അവിടെ ഉണ്ടായ മറ്റു പ്രശ്നങ്ങളൊക്കെ ഇവരാകപ്പാടെ തളർത്തിയിരിക്കുന്ന സമയത്താണ്
അവിടെ നടന്നൊരു സംഭവം, ഇതൊക്കെ കവറേജ് ചെയ്യാൻ വന്ന ഒരു സി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, ഒരു സി എന്ന് പറയുന്ന ഒരു ചാനലിലെ പത്രപ്രവർത്തകൻ അവിടേക്ക് വരികയും എന്നാൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ലെങ്കിലും വാക്കുകൊണ്ടും ശകാരങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ വളരെയധികം നാണം കെടുത്തി ഈ യുവതലമുറയിൽപ്പെട്ട കുറേ യുവാക്കൾ. അപ്പം ഇത് മീഡിയയിൽ വരികയും വലിയ വാർത്തയാക്കുകയും ചെയ്തു. ഈ അപമാനിക്കപ്പെട്ട് തലകുനിഞ്ഞ് നിൽക്കുന്ന ഈ മനുഷ്യൻ. അപ്പോൾ ഇവരുടെ ദുഃഖത്തിൽ നിന്നും ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്നുമാണ് ഈ മനുഷ്യനോട് ഇവർ ചാടിക്കയറുന്നതും ശകാരിക്കുന്നതും അപമാനിതനാക്കിയതും. കാരണം ആ കുട്ടികൾ അത്രയേറെ പ്രഷറിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അത് കവർ ചെയ്യാൻ വേണ്ടി വന്ന ഒരു സാധാരണ ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരിയധികം വാർത്തകൾ വന്നിരുന്നു ഇദ്ദേഹം തങ്ങളുടെ മക്കൾക്ക് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് ഈ ജോലി ചെയ്യാൻ വന്നത്, അതിനിടയിൽ അദ്ദേഹം അപമാനപ്പെടുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറ്റു മനുഷ്യരിലേക്ക് ഞാൻ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. മനുഷ്യരായതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ വളരെ മനോഹരമായൊരു കാര്യം അതിനുശേഷം നടന്നിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ സമരം വിജയിച്ചതിന് ശേഷം അതിൽ കുറേയേറെ പേര് ഈ മനുഷ്യനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളന്ന് അറിവില്ലാതെ ചെയ്തതാണ്, ഞങ്ങൾക്കുണ്ടായ പ്രഷറിൻ്റെ പുറത്ത് ഞങ്ങൾ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും അദ്ദേഹം പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തോ മനോഹരമായ കാര്യമാണ്. പറ്റിയ തെറ്റ് അവർ തിരുത്തുന്നുണ്ട്. അപ്പം ചിലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ചില തെറ്റുകൾ നമുക്ക് തിരുത്താൻ പോലും പറ്റില്ല. ചില മനുഷ്യർ ജീവിതം തന്നെ ഒടുക്കിക്കളയാറുണ്ട്. ചില മനുഷ്യർക്ക് ഏറ്റ മുറിവുകൾ മറ്റു മനുഷ്യരെ ഏൽപ്പിക്കുമ്പോൾ അവർ ജീവിതം തകരുകയാണ്. നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോകുന്ന മനുഷ്യരുണ്ട്. അപ്പം എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും മറ്റൊരു മനുഷ്യനും ദുഃഖത്തിനും സങ്കടത്തിനും കാരണമാകരുത്. ആ സങ്കടങ്ങൾ എന്നോടുകൂടെ ഇല്ലാതാകണമെന്നൊരു പാഠം, വലിയൊരു പാഠം യേശുനാഥൻ ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇവർ പട്ടിണിയിലാണ്, വിശന്ന് വലയുന്ന ജനമാണ്. അപ്പോൾ അവരെ ഒഴിവാക്കാനാണ് ശിഷ്യന്മാർ ശ്രമിക്കുന്നത്. യേശുനാഥനോട് വന്ന് പറയുന്നത് അവരെ പറഞ്ഞു വിടുക, അവർ പോയി അവരുടെ ആഹാരം നോക്കിക്കൊള്ളട്ടെ, അവരുടെ കാര്യം നോക്കിക്കൊള്ളട്ടെ എന്നാണ്. എന്നാൽ യേശുനാഥൻ പറയുന്നത് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് നിങ്ങളത് കൊണ്ടുവരൂ, ഞാനത് വർദ്ധിപ്പിച്ച് തരാം. വർദ്ധിപ്പിച്ച് യേശുനാഥനല്ല കൊടുക്കുന്നത്, വർദ്ധിപ്പിച്ച് ഈ ശിഷ്യന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ അവർക്ക് വിളമ്പി കൊടുക്കുക. അവരെ ഒഴിവാക്കി കളയാനുള്ളവരല്ല നിങ്ങൾ, അവരെ ചേർത്തണയ്ക്കാനുള്ളവരും നിങ്ങൾക്കുള്ളത് പങ്കുവെക്കാനുള്ളവരാണ്. അങ്ങനെ പുൽപ്പുറങ്ങളിൽ ഇരുത്തി അവരെ ഭക്ഷിച്ച് യാത്രയാക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു പാഠമാണ് ശിഷ്യന്മാർക്ക് യേശുനാഥൻ നൽകുന്നത്. ഇത് തന്നെയാണ് യേശുനാഥൻ നമ്മളോടും പറയാനുള്ളത്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ എൻ്റെ കൂടെയുള്ള മനുഷ്യർക്ക് ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ടാവണം. അതിന് ദൈവം കൂട്ടാണ്. നിന്റെ കയ്യിൽ എന്തുണ്ടോ അത് വർദ്ധിപ്പിച്ചു തരാൻ എൻ്റെ ദൈവം, സ്നേഹനിധിയായ ദൈവം തയ്യാറാണ്. അവൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ എത്തുക, ഈ മനുഷ്യരെ സ്നേഹത്തോടെ സ്വീകരിക്കുക, അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഈ ലോകം മനോഹരമായി മാറുന്നത്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മുറിവുകളെ അവഗണിച്ചുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാനും അവരുടെ കരുണയോടെ നോക്കുവാനും എനിക്ക് കഴിയുന്ന സഹായങ്ങൾ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.